പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എത്രത്തോളം താല്പര്യത്തോടെ ഉത്സാഹത്തോടെ ഓരോ ദിവസവും ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാങ്കേതികമായി ചിലപ്പോൾ നമുക്കൊക്കെ ചില തടസ്സങ്ങൾ നേരിട്ടാലും തടസ്സം കൂടാതെ നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഉത്സാഹത്തിന് എല്ലാം നന്ദി. ഇന്നലെ എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വീഴ്ചയുണ്ടായി, അതിൽ ഞാൻ ക്ഷമ എന്ന് ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നുവല്ലോ. ദൈവം സഹായിക്കട്ടെ. ഇതുവരെ എൻ്റെ പരി അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. പ്രാർത്ഥന ചോദിക്കുന്നു. പല പ്രിയപ്പെട്ടവരും വളരെ സ്നേഹത്തോടെയൊക്കെ വിളിച്ച് ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ എല്ലാ കരുതലിനും സ്തോത്രം, പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരിക്കൽ കൂടി അഗപ്പെ ബൈബിൾ സ്കൂളിൽ അടികൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാൻ എല്ലാം കർത്താവ് നൽകി തരുന്ന സാവകാശത്തിനായി സ്തോത്രം. ഇന്ന് ക്ലാസ് എടുക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ക്ലാസ്സുകൾ എടുക്കുവാനും അത് കർത്താവ് അതേ ആത്മാവിന്റെ ശക്തിയോടെ തന്നെ ഞങ്ങൾക്ക് അത് ഗ്രഹിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലാലു പാസ്റ്റർ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ ശരീരത്തിന്റെ പനിയുടെ അസ്വസ്ഥതകൾ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്നെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വരുവാനുള്ളവർ എത്രയും പെട്ടെന്ന് കർത്താവ് കൂട്ടി വരുത്തണം. ഈ ബൈബിൾ സ്കൂൾ കർത്താവ് വേദ പഠനം അടിയങ്ങളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ ശുശ്രൂഷയായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സിസ്റ്റർ റജി സെബാസ്റ്റ്യൻ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി ബൈബിൾ വായിക്കുന്ന ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞാട്ട്. ഒന്ന് സിസ്റ്റർ അഞ്ജു സാറ പറഞ്ഞിട്ടുണ്ട്. പ്രിയ അക്സ ഡാനിഷ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എഴുതി വെച്ചോ മാസ്റ്ററെ. അക്സ ഡാനിഷ്, അഞ്ജു സാറ, സുജ രാജു വായിക്കാവേ. സുജ രാജു. ഓക്കെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരുവാൻ കർത്താവ് നൽകിയ സാവകാശോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ പാസ്റ്റർ ഷാജി കെ ദാനിയൽ, അപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും, അപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ എവിടെവിടങ്ങളിലായി കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സാവകാശം നൽകി. ഓരോ ദിവസവും ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് തിയോളജിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. തിയോളജിയിൽ നമ്മൾ ഈ ദിവസങ്ങൾ എടുത്തുകൊണ്ടിരുന്നെല്ലാം ക്രിസ്റ്റോളജി എന്നൊരു ടോപ്പിക്കായിരുന്നല്ലോ എടുത്തുകൊണ്ടിരുന്നത്. ആ ക്രിസ്റ്റോളജിയിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ദൈവവചനത്തിൻ്റെ ചില സന്ദേശങ്ങൾ നമുക്ക് വീണ്ടും ഒന്ന് ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഈ സാവകാശം ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അതേ പഠനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം.
പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ദൈവവചന സന്ദേശത്തിൽ അഥവാ ക്രിസ്തുശാസ്ത്രത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പഠനം ഏറ്റവും വ്യക്തമായി നമ്മൾ പോകുമ്പോൾ ഇതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് സത്യത്തിൽ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഹെഡിങ്. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം എന്ന് മലയാളത്തിൽ പറയാം. യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം. എന്താണ് യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം എന്ന് പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേഴ്സൺ ആൻഡ് വർക്ക്, അതിനെയാണ് ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് എന്ന് അതിന്റെ മുഖവിലകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നിത്യപൂർവാസ്തിത്വമാണ്. സത്യത്തിൽ ക്രിസ്തുശാസ്ത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ പൂർവാസ്തിത്വം എന്ന് പറയുന്നത്. എന്താണ് ഈ പൂർവാസ്തിത്വം? അതായത് ഈ വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട. യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് ലോകത്തിൽ അറിയപ്പെടുന്നതെങ്കിൽ യേശുവും ഒരു സൃഷ്ടി എന്നേ വരുന്നുള്ളൂ. അപ്പൊ ലോകസ്ഥാപനത്തിന് മുൻപ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നോ? അതാണ് പൂർവാസ്തിത്വം എന്ന് പറയുന്നത്, നിത്യപൂർവാസ്തിത്വം. അപ്പൊ തീർച്ചയായും ആ ഒരു വലിയ വെളിപ്പാട് നാം പ്രാപിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പഠനം കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം. പൂർവാസ്തിത്വം എന്നുള്ളതിന് ഞാൻ മറ്റൊരു വേർഡ് ഉപയോഗിക്കാം. അനാദികാലത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുപയോഗിക്കാവുന്ന മറ്റൊരു പദം. അനാദികാലം. എന്താണ് അനാദി, എന്താണ് ആദി എന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു എന്ന് ബൈബിൾ എഴുതുമ്പോൾ ആ ആദിയുടെ പുറകിലുള്ള സമയത്തെയാണ് അനാദി എന്ന് പറയുന്നത്. അപ്പൊ അനാദിയിലെ ഉള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എങ്ങനെ നമുക്കത് പഠിക്കാനായിട്ട് കഴിയും? ശ്രദ്ധിക്കുക, അനാദി ജനനം. അതിനുപോൽപരകമായി നമ്മൾ ചില വാക്യങ്ങളിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ മാനദണ്ഡം ബൈബിളാണ്. ബൈബിളിന്റെ അപ്രമാദിത്വത്തെ നിഷേധിക്കാത്ത ഒരാൾക്ക് യേശുക്രിസ്തുവിന്റെ നിത്യപൂർവാസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല. അതിൽ ഒന്നാമത്തെ വാക്യം നോക്കൂ. എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഇവിടെ പ്രിയ ലാലു പാസ്റ്റർ പറഞ്ഞതുപോലെ അഞ്ജു, അക്സ, സുജ 3 പേരുകൾ പറഞ്ഞല്ലോ. അതിൽ ഓരോരുത്തരായിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ആദ്യത്തേത് അഞ്ജു തന്നെ വായിക്കുക. 3:14. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഓക്കെ, ഇവിടെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയക്കുന്നു എന്ന് ഇവിടെ മോശയോട് ദൈവം പറയുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തിയോളജി പ്രോപ്പറിലൂടെ വ്യക്തമായിട്ട് ആ വാക്യങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഏൽ, ഗോഡ്, യാഹ്വേ, അഡോണായി, ഇതെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ക്രിസ്റ്റോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയക്കുന്നു എന്ന് മോശയോട് പറയുമ്പോൾ മോശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക ഇന്റർവെൻഷൻ, ആ ഒരു ഇടപെടൽ എന്തായിരുന്നു എന്ന് നാം ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാന കാര്യം പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യമാണ്.
യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം കൂടി ഇതിനോട് കമ്പയർ ചെയ്ത് ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകുവാൻ കഴിയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഓക്കെ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ നാം ഒന്ന് ശ്രദ്ധിച്ച് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ നോക്ക്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവനെ കൂടാതെ ഉളവായതൊന്നുമില്ല. ഇനി ഞാൻ 1:14 വരുമ്പോൾ വചനം ജഡമായി തീർന്നു, നമ്മുടെ പാർത്തു. ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയല്ലേ? അപ്പോൾ തന്നെ നോക്കൂ, അതിന്റെ 17-ാമത്തെ വാക്യം കൊണ്ട് നോക്കിയേ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരവും വന്നു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു സുജ രാജു, താങ്ക് യു. അങ്ങനെയാണ് ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ ഉളവായത് ഒന്നുമില്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മാത്രമല്ല, മോശ മുഖേന ന്യായപ്രമാണം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖേന വന്നു. പിതാവിനെ ആരും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പകരം പുത്രനായ ക്രിസ്തുവിലൂടെയാണ് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും വാക്യങ്ങൾ ചേർത്ത് വായിച്ചപ്പോൾ എന്തോ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചതുകൊണ്ട് പുത്രനായി തീർന്നവനല്ല, പകരം അനാദിയിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. സകലത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. നോക്കൂ, അതാണ് യോഹന്നാൻ 1:1 നമ്മളിപ്പം വായിച്ചു കഴിഞ്ഞു. ഇനി യോഹന്നാൻ 8:58 ഒന്ന് വരാമോ? യോഹന്നാൻ 8:58 വാക്യം നമുക്കത് അല്പം കൂടെ ഗ്രഹിക്കുവാനായിട്ട്. അപ്പൊ അനാദിയിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഓക്കെ, അഞ്ജു സാറ. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട്. ആ വാക്കുകളൊക്കെ വളരെ ആഴത്തിൽ നമ്മളൊന്ന് പഠിക്കണം. നിങ്ങൾ ഈ 10 മണിക്ക് ശേഷം, 10 മണിക്ക് ക്ലാസ് തീരുമല്ലോ, 10 മണിക്ക് ശേഷം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം മുതൽ 58-59 വാക്യം വരെ നിങ്ങൾ ഇരുന്നൊന്ന് വായിക്കണം. ശാന്തമായിട്ടൊന്ന് വായിക്കണം. ഇപ്പൊ വായിക്കാൻ പോയാൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയില്ല, വായിച്ചാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാനും പറ്റിയല്ല. അതുകൊണ്ട് ഈ സമയം വായിക്കേണ്ട, ഈ സമയം ഒന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. യേശു ക്രിസ്തു യഹൂദന്മാരോട് എന്ന് പറയുക, നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നൊക്കെ യേശു പറയുന്നു. ഈ കോൺവെർസേഷൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, യേശുവും യഹൂദന്മാരും തമ്മിലുള്ള കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്ന വഴി ബഹുരസമാണ് ചിന്തിച്ചാൽ. ഓരോരോ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇവരങ്ങോട്ട് ചോദിക്കുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നല്ലേ
യേശുവെ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ ആർക്കും അടിമകളല്ലല്ലോ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ സാക്ഷാൽ യഹൂദർ, ഞങ്ങൾ ഇന്നുവരെ ആർക്കും അടിമകളൊന്നുമല്ല. പിന്നെ നീ പറഞ്ഞു ഞങ്ങൾ അടിമകളാണെന്ന്. അത് തെറ്റല്ലേ? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശുക്രിസ്തു കൊടുക്കുന്ന ഉത്തരവുണ്ട്. ശരിയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ തന്നെയാണ്, നിങ്ങൾ ആർക്കും അടിമകളായിട്ട് ഇരുന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ പാപത്തിന് അടിമകളാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. പാപത്തിന് അടിമകളാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് അതിനും തർക്കുത്തരം പറഞ്ഞ് ഇങ്ങനെ പോവുക. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായിരുന്നു എങ്കിൽ എന്റെ നേരെ നിങ്ങൾ കല്ലെറിയില്ലായിരുന്നു, എന്നെ എതിർക്കില്ലായിരുന്നു. അപ്പൊ ഇവര് അങ്ങോട്ട് പറയുക, തീർച്ചയായിട്ടും നിന്നെ ഞങ്ങൾ എതിർക്കും, നിനക്ക് ഭൂതമുണ്ട്. വായിച്ചു നോക്കണം എന്നോ താഴോട്ട് 8:44 വരുമ്പോഴത്തേന് പറയുന്നത് ബഹിരസമാണ്. നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ഭൂതമുണ്ട്, നിന്നെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് ഭൂതമില്ല, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. 8:44 നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. വായിക്കണ്ട, അവിടെ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ആദ്യം മുതലേ ഒരു കൊലപാതകനാണ്. മാത്രമല്ല അവനിൽ സത്യമില്ല, സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. ഓക്കെ, ഇതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് വിടുമോ? ഇങ്ങനെ ഓരോരോ കോൺവെർസേഷൻ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയി വരുമ്പോൾ ശ്രദ്ധിക്കൂ, 8-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന സംഭവം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു പറഞ്ഞു, ഞാന് അബ്രഹാമിന്റെ ദിവസം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇവര് ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയാമോ? നിനക്ക് 50 വയസ്സ് പോലും പ്രായമായില്ലല്ലോ, പിന്നെ എങ്ങനെ അബ്രഹാമിനെ കാണും? ഉത്തരം, അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. ശ്രദ്ധിക്കൂ, യേശു പറഞ്ഞ വാക്കുകൾ എത്ര ഗൗരവമായിരുന്നു. ഈ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതിനേക്കാൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവും. എന്താണെന്നറിയോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബിഫോർ ഏബ്രഹാം ഐ ആം, ബിഫോർ ഏബ്രഹാം ഐ ആം. കേട്ടോ, ഇതാണ് പണ്ട് മോശയോട് പറഞ്ഞത്, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ശ്രദ്ധിച്ചോ? അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. ഐ ആം ബിഫോർ എബ്രഹാം ഐ ആം. നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പൊ യേശു ക്രിസ്തു നിത്യതയിലേക്കുള്ളവനാണ് എന്ന് അവരോട് പറയുന്നു. നെക്സ്റ്റ് വേഴ്സ് ഒന്ന് നോക്കിയോ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ ദയവായി അടുത്ത ഒരാൾക്കൊന്ന് വായിക്കാമല്ലോ. അക്ഷയുണ്ടോ? അക്ഷ കിട്ടിയിട്ട് വായിച്ചോ. സുജ, രാജു, അഞ്ജു, സാറ, അക്ഷ. ഓക്കെ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്താണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്? 15 ചേർത്തൊന്ന് വായിക്കാമോ? 15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഒന്ന് ശ്രദ്ധിക്കൂ, എന്താണ് സത്യത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആള് ഇന്നലകളിൽ മറിയയുടെ മകനായി ജനിച്ച ഒരു വ്യക്തിത്വമൊന്നും അല്ല എന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായും എഴുതി വെക്കുകയാണ്. അവനാര്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഉണ്ടോ? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അദൃശ്യ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. 2, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ,
വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം ഉളവായി. അവനെ കൂടാതെ ഉളവായതൊന്നുമില്ല. സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സകലത്തിൻ്റെയും കാരണഭൂതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നോക്കണം, യേശു എന്നൊന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. യേശു ക്രിസ്തു ആരാ? സകലത്തിൻ്റെയും കാരണഭൂതനാണ്. ഇനി അതിന് താഴോട്ടാണല്ലോ, വായിക്കണ്ട. സകലത്തിനും ആധാരമായിരിക്കുന്നു, സഭയുടെ തലയായിരിക്കുന്നു, മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനാകുന്നു. ഇതെല്ലാം താഴോട്ട് എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തു അനാദിയിലേ ഉള്ളവനായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് ഗ്രഹിക്കൂ. ഓക്കെ, നെക്സ്റ്റ് വേഴ്സ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ? യോഹന്നാൻ 3:17. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവനും ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്തത് അക്സ വായിക്കും. അതിനടുത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോഴല്ല പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 3:17 നമ്മൾ വായിച്ചത് തന്നെ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ്. ഉണ്ടോ? ദൈവം തന്റെ പുത്രനെ അയച്ചു. അപ്പൊ ഈ ഭൂമിയിൽ വന്നത് കൊണ്ട് പുത്രനായതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി തന്റെ പുത്രൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. ഇതൊക്കെ നമ്മുടെ അകത്തൊന്ന് കയറണം. ഇവിടെ ജനിച്ചത് കൊണ്ട് പുത്രനായതല്ല. നമ്മൾ യശയ്യാവിലൊക്കെ നമ്മളെന്നോ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 3:14 നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യമാണ് ഞാൻ എഴുതാഞ്ഞത്. ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു തരും. ആരവനെ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു, വിശ്വസിക്കാത്തവന് നിത്യജീവൻ ഇല്ല. അത് കഴിഞ്ഞാണ് 17 പറഞ്ഞത് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു തന്നു. ഓക്കെ, 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യാമോ? യോഹന്നാൻ സുവിശേഷം ചാപ്റ്റർ 10, 10-ാം അധ്യായം. 10-ാം അധ്യായത്തിനകത്ത് 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം. പ്ലീസ്. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? താങ്ക് യു എക്സ. ആരും എന്നിൽ നിന്നത് എടുത്തു കളയത്തില്ല. എനിക്ക് ജീവനെ കൊടുക്കുവാനും ജീവനെ എടുക്കുവാനും അധികാരമുണ്ട്. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചിന്തകളിലേക്ക് ആ വാക്യം ആഴത്തിലൊന്ന് പതിഞ്ഞ്, അതിന്റെ അർത്ഥം തന്നെ എന്താ? യേശു ക്രിസ്തു സ്വയംഭൂവാണെന്നാ. യേശു ക്രിസ്തു സ്വയംഭൂവാണ്. ഉണ്ടോ? എനിക്ക് ജീവനെ കൊടുക്കുവാനും ജീവനെ എടുക്കുവാനും അധികാരമുണ്ട്. നോക്കുക, അവൻ അനാദിയിലേ ഉള്ളവൻ തന്നെയായിരുന്നു. അനാദിയിലേ ഉള്ളവനായിരുന്നു. നെക്സ്റ്റ് വേഴ്സ്, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം. അടുത്തൊരാൾ വായിച്ചോളൂ. അഞ്ചു സാറ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു.
ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. ഇതിൽ കൂടിയ വാക്യം വല്ലതും വേണോ? ഒന്ന് നോക്കിയേ. യോഹന്നാൻ സുവിശേഷം 3:31 പറയുക, മുകളിൽ നിന്ന് വരുന്നവൻ, അവന്റെ ജനനം ഇവിടെയല്ല, ഭൂമിയിൽ നിന്നുള്ളവർ ഇവിടെ തന്നെ ഉള്ളവരാണ്, എന്നാൽ അവനോ സ്വർഗീയൻ. യോഹന്നാൻ തന്നെ പറയുന്ന എത്രയോ വാക്കുകളുണ്ട്. ഞാനോ ഈ ഭൂമിയിൽ നിന്നുള്ളവനാണ്, അവനോ സ്വർഗീയനാണ്. ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണം. ഞാനോ ജഡമയൻ, അവനോ സ്വർഗീയൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. ശ്രദ്ധിക്കൂ. 6-ാം അധ്യായം 38-ാം വാക്യം കൂടെ വായിക്കാമോ? 6:38. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, കണ്ടോ? ഞാന് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ എന്റെ മനസ്സിലുള്ള ചിന്തകൾ പറഞ്ഞ് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നരുതേ. ഉലകത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇപ്പൊ പഴയ നിയമത്തിലെ ഈ പ്രവാചകന്മാരൊക്കെ ഉണ്ട്. യെശയ്യാവ്, ഇരമ്യാവ്, യഹസ്കേല്, ദാനിയേല്. ഇവരാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരല്ലല്ലോ. ഇവരെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഇവര് സ്വർഗം ദർശനം കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവരാരും ഡയറക്റ്റ് സ്വർഗത്തിലോട്ട് പോയില്ല. യെശയ്യാവിന്റെ ദർശനം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു എന്നല്ല പറയുന്നത്. ദാനിയേൽ കണ്ടത് എന്നതാ? വയോധികനെ ഞാൻ കാണുന്നു. യഹസ്കേല് കണ്ടത് എന്നതാ? ഇത് മുഴുവൻ നിങ്ങൾ നോക്കിയോ, ഒരൊറ്റ പ്രവാചകന്മാര് പോലും സ്വർഗത്തിൽ ചെന്നില്ല. പകരം ഭൂമിയിൽ വെച്ച് അവര് സ്വർഗത്തെ ദർശനം കണ്ടതേ ഉള്ളൂ. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു സ്വർഗം ദർശനം കണ്ടവനല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അനാദിയിലെ ഉള്ള തന്റെ നിത്യപൂർവാസ്തിത്വം എത്ര വലിയതായിരുന്നു, എത്ര ഭയങ്കരമായി. Let us turn to chapter 17. അത് സുജാ രാജു വായിക്കും. 17 verse 5. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്കും ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ജസ്റ്റ് വാക്യം മാത്രം, പറയുന്ന വാക്യം മാത്രം വായിച്ചാൽ മതി. only 5. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ പിതാവേ, ഉണ്ടോ? ഇപ്പോൾ പിതാവേ. ഇത് യേശു ക്രിസ്തുവിന്റെ മഹാമധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാമധ്യസ്ഥ പ്രാർത്ഥന. അതാണ് 17-ാം അധ്യായം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം പ്രാർത്ഥനയാണ്. യേശു പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന വാചകം കണ്ടോ? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് കയറിക്കേ. പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും പ്രവേശിപ്പിക്കണമേ. നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവവുമായി സമനായിരുന്നു യേശു ക്രിസ്തു. അവിടെ നിന്നാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. എത്ര ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നത്. Verse 24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് വരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഓക്കെ ദാറ്റ്സ് ഇനഫ്. അപ്പൊ തന്നെ എത്ര ക്ലിയർ ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ
പ്രീ എക്സിസ്റ്റൻസ്, പൂർവാസ്തിത്വം. യോഹന്നാൻ സുവിശേഷം 1-15 വാക്യം അടുത്തൊരാൾ വായിച്ചോളൂ. ഓക്കെ, അക്സ. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. ഉണ്ടോ? എത്ര ക്ലിയർ ആണ്. ഞാൻ വരുന്നതിന് മുമ്പേ ഉള്ളവനാണ് യേശു ക്രിസ്തു. അപ്പൊ തന്നെ ഓർത്തെ, യേശുവിനെ സ്ഥാനപ്പെടുത്തിയതാരാ? യോഹന്നാന. സത്യത്തിൽ എലിസബത്ത് സക്കറിയ ദമ്പതികൾക്ക് യോഹന്നാൻ ഉണ്ടായതിനു ശേഷം 6 മാസം കൂടെ കഴിഞ്ഞുണ്ടായ ഒരാളാ ആ അർത്ഥത്തിൽ യേശു ക്രിസ്തു. എന്നാൽ നോക്കൂ, യോഹന്നാൻ പറയുന്ന വാക്ക് കണ്ടോ? അവൻ എനിക്ക് മുന്നമേ ഉള്ളവനായിരുന്നു. യേശു ക്രിസ്തു എനിക്ക് മുന്നമേ ഉള്ളവനായിരുന്നു. അവന്റെ ജനനം ഇവിടെയെങ്ങും അല്ല, എത്രയോ മുന്നമേ ഉള്ളവൻ. ശ്രദ്ധിച്ചാൽ ഈ സുവിശേഷങ്ങളിൽ ഇടയ്ക്ക് ഞാനെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൂടെ ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ട് മാറും. ഈ മത്തായി, മർക്കോസും ലൂക്കോസും സുവിശേഷം എഴുതിയപ്പോൾ ആ സുവിശേഷം 3 പറയുന്ന പേര് സത്യത്തിൽ സമവീക്ഷണ സുവിശേഷം എന്നാണ് പറയുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. സമവീക്ഷണ സുവിശേഷം, ഒരേ വീക്ഷണമാണ്. പക്ഷെ യോഹന്നാൻ സുവിശേഷം ആ വീക്ഷണത്തിലുള്ള സുവിശേഷം അല്ല. എന്ന് പറഞ്ഞാൽ മത്തായി എഴുതുമ്പം അബ്രഹാമിന്റെ സന്തതിയായ, ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ. ലൂക്കോസ് ആണെങ്കിലും വംശാവലി എഴുതിയിട്ടുണ്ട്, ജീനിയോളജി എഴുതിയിട്ടുണ്ട്. പക്ഷെ യോഹന്നാൻ എഴുതിയിട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ, യോഹന്നാൻ യേശുവിനെ മനസ്സിലാക്കിയത് മറ്റൊരു വീക്ഷണത്തിലായിരുന്നു. ആ വീക്ഷണത്തെ പിടികിട്ടിയപ്പോ യോഹന്നാന് മനസ്സിലായി, ഇവൻ മറിയയുടെ മകനല്ല, ഇവൻ ജോസഫിന്റെ മകനല്ല. ഉണ്ടോ? അതുകൊണ്ടാണ് തൻ്റെ എഴുത്തുകൾക്ക് വളരെ പ്രാധാന്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്ക്, എനിക്ക് മുന്നമേ ഉള്ളവനായിരുന്നു അവൻ, ഞാനാണ് പിന്നിൽ വന്നവൻ. കമാൺ. ഇനി 18-ാം അധ്യായത്തിന് 30, യോഹന്നാൻ സുവിശേഷം തന്നെ 18-ാം അധ്യായം 30-ാം വാക്യം. കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന ഒരു രംഗമാണ് അവിടെ. അവിടെയും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നു എന്ന് യേശു ക്രിസ്തു മറുപടി പറയുക. ഓക്കെ, പീലാത്തോസ് അവിടെ അന്തം വിട്ടുപോയി. ഉടനെ പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും വിട്ടയപ്പാൻ അധികാരമുണ്ട് എന്നും നിനക്കറിയാമോ? പിന്നെന്തേ നീ മിണ്ടാതിരിക്കുന്നു? യേശു ക്രിസ്തു കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് നീ കാണും എന്ന് അവിടെ പറയുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കൂ, അതായത് ഞാനും കൂടി പീലാത്തോസ് നിനക്ക് അധികാരം തന്നിരിക്കുക എന്നെ ശിക്ഷിക്കാൻ. ശിക്ഷിച്ചോളൂ, മരണശിക്ഷയ്ക്ക് വിധിച്ചോളൂ. 3-ാം അധ്യായത്തിന്റെ 13-16 വാക്യം, 3-13 ഒന്ന് വായിച്ചു നോക്കിയ. 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഉണ്ടോ? എത്ര ക്ലിയർ ആണ് ആ വാക്യം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി. അപ്പോൾ തന്നെ ഭൂമിയിൽ ഇരിക്കുന്നവൻ, അപ്പോൾ തന്നെ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ വാഴുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ മറ്റാരുമില്ല. ക്ലിയർ ആയിട്ട് പറയുക. 16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രൻ. ഓക്കെ, അപ്പൊ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട
ഒരു കാര്യം, ഈ ദൈവവചനത്തിന്റെ അപ്രമാദിത്വത്തെ നിഷേധിക്കാതെ യേശു ക്രിസ്തുവിന്റെ നിത്യതയെ ഒരു മനുഷ്യർക്ക് പോലും നിഷേധിക്കാൻ പറ്റത്തില്ല. ഓക്കെ, യേശുവിന്റെ നിത്യതയിലെ ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള ഞാനൊരു വാക്യം എഴുതി വെച്ചത്. റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. നിത്യതയിലുള്ള ഒരു പ്രവർത്തനം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവം മുൻ നിയമിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മുൻ നിയമനം നടത്തിയിരിക്കും. യേശുവിൽ വിശ്വസിക്കുന്നു അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 4 മുതൽ 11 വരെ എഴുതിയെങ്കിലും അത്രയും വായിക്കണ്ട. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതിയാവും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധീകരണത്തിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. മതി 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 11 വരെ നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വായിച്ചാൽ മതിയാവും. ക്ലാസ് കഴിഞ്ഞ് വായിച്ചാൽ പിടി കിട്ടും. അതായത് ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ഹി ഹാസ് ചോസൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. ലോകസ്ഥാപനത്തിന് മുമ്പ് മുൻ നിയമിച്ചിരിക്കുക. ലോകസ്ഥാപനത്തിന് മുന്നമേ വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, അതാണ് 4 മുതൽ 11 വരെ നിങ്ങൾ വായിച്ചാൽ കാണുന്ന മുഴുവൻ സബ്ജക്റ്റ് അത് തന്നെയാണ്. വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, അതെ, സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി തീർത്തത്, സ്നേഹത്തിൽ മുൻ നിയമിച്ചത്, ആത്മാവിനാൽ മുദ്രയിട്ടത്, ഇങ്ങനെ വളരെ അധികം പുതിയ നിയമത്തിന്റെ അനധി ഗൗരവമായ വാക്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. നിത്യതയിലുള്ള യേശുവിന്റെ മറ്റൊരു പ്രവർത്തനം കൂടെ കാണാം. നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഓക്കെ, തന്റെ സ്വഭാവം അവന് ത്യജിപ്പാൻ കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഓക്കെ, 2 തീമോഥെയോസ് 1:9, 2 Timothy chapter 1 verse 9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾക്ക് നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. മതി മതി, നമുക്ക് ആവശ്യമുള്ള വാക്യം കിട്ടി. സകലത്തിന് മുന്നമേ അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്നും അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നെ അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ നിയമ ആരാധനകളിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ ദൂതന്മാർ പോലും ആഗ്രഹിക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ലോകസ്ഥാപനത്തിന് മുന്നമേ തീരുമാനിച്ച ആ തീരുമാനമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. 20-ാം വാക്യം. അവൻ ലോകസ്ഥാപനത്തിന് മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഓക്കെ, മതിയല്ലോ. ഇത്രയും വാക്യമൊക്കെ പോരെ. ലോകസ്ഥാപനത്തിന് മുന്നമേ മുൻകപ്പെട്ടവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എങ്കിലും ലാസ്റ്റ് ഒരു വാക്യം കൂടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഓക്കെ, സുജാ രാജു വായിക്കും. ഓക്കെ. അവനിലല്ലോ ദൈവത്തിന്റെ സാധിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശരിയായിട്ട് വായിച്ചില്ല. 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും
ദേഹരൂപമായി വസിക്കുന്നത്. ദേഹരൂപമായി വസിക്കുന്നത് മുമ്പ് അങ്ങനെ വായിച്ചില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മതി. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണയും ദേഹരൂപമായി വസിക്കുന്നത്. എത്ര ക്ലിയർ ആയിട്ടാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുകയാണ്. അപ്പൊ ഈ യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഉലകത്തിലാർക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാൾക്ക് നിഷേധിക്കാനായിട്ട് സാധ്യമല്ല. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. ശ്രദ്ധിക്കൂ, ഞാൻ ഈ സ്ലൈഡ് അങ്ങ് മാറ്റുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ആളത്വം. യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, സം ഫോൾസ് ടീച്ചിങ് അബൌട്ട് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. നമ്മളിപ്പോ ഇത്രയും ദിനം പഠിച്ചു, പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ആളത്വം. ആ ആളത്വത്തിൽ ക്രിസ്തുവിന്റെ നിത്യത്വം ഇപ്പൊ പഠിച്ചു, പൂർവാസ്തിത്വം പഠിച്ചു. അതെ, ക്രിസ്തുവിന്റെ ആളത്വം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതെ, ക്രിസ്തുവിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആടി ഉറച്ച് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ സം ഫോൾസ് ടീച്ചിങ് അബൌട്ട് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആളത്വത്തെ കുറിച്ച് ധാരാളം ദുരുപദേശങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ പ്രബലമായിരുന്നു. ക്രിസ്തുശാസ്ത്രം പഠിക്കുമ്പോൾ അത് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കൂ, നമ്പർ 1, ഡോസറ്റിസം എന്ന് പറയും. ഡോസറ്റിസം, ഇതിന്റെ മലയാളം വെർഷൻ ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് കൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ് അടുത്ത സ്ലൈഡിനകത്ത് മലയാളം വരുന്നുണ്ട്. ഡോസറ്റിസം. ഡോസറ്റിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ മലയാളത്തിൽ മായാവാദം എന്ന് പറയും. മായാവാദം. ഡോസറ്റിസം എന്ന് പറഞ്ഞാൽ മായാവാദം. അതായത് ഈ യേശു ക്രിസ്തു ജനിച്ചു എന്നൊക്കെ പറയുന്ന വെറും മായയാണ്. ഇറ്റ്സ് ഓൺലി ഇലൂഷൻ. ഉണ്ടോ? ഇലൂഷൻ. ഇതൊക്കെ വെറും മായയാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, അക്സെപ്റ്റഡ് ഡിവിനിറ്റി, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ ഡിനൈ ചെയ്തു. എന്തുകൊണ്ട്? ദാറ്റ്സ് ഓൺലി ആൻ ഇല്യൂഷൻ. ഇതൊരു മായ മാത്രമാണ്. അങ്ങനെ മറിയുടെ മകനായിട്ട് ഇവിടെ ജനിച്ചെന്നോ ക്രൂശിക്കപ്പെട്ടെന്നോ ഇതിലൊന്നും വലിയ കഥയില്ല. അക്സെപ്റ്റഡ് ദ ഡിവിനിറ്റി. ദൈവത്വത്തെ നിഷേധിക്കാം, മനുഷ്യത്വം അംഗീകരിക്കില്ല. കാരണം ദൈവത്തിന് ഒരിക്കലും മനുഷ്യനാകാൻ സാധ്യമല്ല. 1-ാമത്തെ സെഞ്ചുറിയിൽ തന്നെ ഉണ്ടായ ഒരു ദുരുപദേശമായിരുന്നു ഡോസറ്റിസം, മായാവാദം എന്ന് പറയും. നമ്പർ 2, രണ്ടാമതുണ്ടായ വാദമാണ് നോസ്റ്റിസിസം. മലയാളത്തിൽ ജ്ഞാനവാദം എന്ന് പറയും. ജ്ഞാനവാദം. എന്താണ് നോസ്റ്റിസിസം? സെയിം തന്നെയാണ്. ഡോസറ്റിസവും നോസ്റ്റിസിസവും തമ്മിൽ സത്യത്തിൽ നോസ്റ്റിസിസത്തിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഡോസറ്റിസം എന്ന് പറയുന്നത്. അതായത് നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ്. ജ്ഞാനവാദം. മനുഷ്യന് ജ്ഞാനമാണ് ആവശ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ യേശു മനുഷ്യത്വത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതാണ് ജ്ഞാനവാദം എന്ന് പറയുന്നത്. ജ്ഞാനവാദത്തിന് ഒത്തിരി കടന്നാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ജ്ഞാനവാദം പറയുന്ന ഒരു കാര്യം കേൾക്കണോ? യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ യേശുവിന്റെ കയ്യിൽ നിന്ന് രക്തം ആയിരുന്നു ഒഴുകിയത്. യേശു ക്രിസ്തുവിന് പകരം ബറാബാസിനെ ക്രൂശിൽ തറച്ചിരുന്നു എങ്കിലും രക്തമേ ഒഴുകത്തുള്ളായിരുന്നു. എന്തേ ഇതിൽ ഇത്ര പ്രത്യേകത? യേശു ക്രിസ്തു സ്നാനപ്പെട്ട സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തുവായി മാറി. നോക്കണേ, നോസ്റ്റിസിസം പറയുക, ജ്ഞാനവാദം പറയുക. യേശു ആയിരുന്നു, മറിയയുടെ മകനായിരുന്നു യേശു. എന്നാൽ സ്നാനപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവായി മാറി. എന്നാൽ ക്രൂശിൽ തറച്ചപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നിലുണ്ടായിരുന്ന
ആ ക്രിസ്തുത്വം നഷ്ടപ്പെട്ടു പോയി. കേവല മനുഷ്യനായി തന്നെയാണ് മരിച്ചത്. നോസ്റ്റിസിസം, ജ്ഞാനവാദം. ശ്രദ്ധിക്കണേ, ജ്ഞാനവാദത്തിന്റെ കടന്നാക്രമണം ഭയങ്കരമായിരുന്നു. ശ്രദ്ധിക്കൂ. അപ്പോൾ തന്നെ ജ്ഞാനവാദം പറയുന്നത് ഈ ശരീരം സ്വർഗത്തിൽ പോകത്തില്ല, ആത്മാവേ പോകുന്നുള്ളൂ. ശരീരം തിന്മയാണ്, ആത്മാവാണ് വിശുദ്ധി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് മാത്രമല്ലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? ശരീരം തിന്മയല്ലേ? അങ്ങനെയെങ്കിൽ ഈ ശരീരം കൊണ്ട് പാപം ചെയ്താൽ എന്തേ ദോഷം? പാപം ചെയ്യാൻ കുഴപ്പമില്ല, കാരണം ശരീരം സ്വർഗത്തിൽ പോകുന്നില്ലല്ലോ. ഇതൊക്കെ നോസിസത്തിന്റെ കടന്നാക്രമണങ്ങളായിരുന്നു. ഇത് 1-ാം സെഞ്ചുറിയിൽ, ഫസ്റ്റ് സെഞ്ചുറി തന്നെ ഇതൊക്കെ പൗലോസ്ലീഹ തന്നെ, പൗലോസ്ലീഹയും പിന്നീട് ആരിയസ്, മലയാളത്തിൽ ഞാൻ സ്ലൈഡ് കാണിക്കുമ്പോൾ ആ പേര് സൈഡിൽ കുറിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതിനെ എതിർക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്, ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എബ്യോനിസം എന്ന് പറയും, മലയാളത്തിലും എബ്യോനിസം. ഇവർ ചെയ്തത് എബ്യോനിസം എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത് 2-ാം നൂറ്റാണ്ടിലുണ്ടായതാണ്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ഞങ്ങൾ അംഗീകരിക്കാം. അവൻ മറിയയുടെ മകനായിരുന്നു, അവൻ ജോസഫിന്റെ മകനായിരുന്നു, കുഴപ്പമില്ല, കാരണം അബ്രഹാമിന്റെ മകൻ. ജീനിയോളജി വെച്ച് ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്നു. പക്ഷെ യേശു ദൈവമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. They denied the divinity, accepted humanity. That is 2nd centuryയിൽ ഉണ്ടായ എബ്യോനിസം. നെക്സ്റ്റ് വൺ ആണ് ആര്യനിസം. എന്താണ് ആര്യനിസം? ആര്യനിസം എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വാദമായിരുന്നു ആര്യനിസം. ആര്യനിസം എന്ന് പറയുന്നത്, one of the bishops who was lived in the 4th century, 4-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു ആര്യൻ എന്ന് പറയുന്ന ആള്. ഈ ആര്യൻ ഈ ദൈവവചനം അല്ലെങ്കിൽ തിരുവെഴുത്ത് പഠിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരാശയം എന്താ, മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ താൻ അങ്ങ് ഡിനൈ ചെയ്തു, മനുഷ്യത്വത്തെ അംഗീകരിച്ചു. ഇത് ഒരു ബിഷപ്പായിരുന്നു, ക്രൈസ്തവ സഭയുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഞാൻ നിഷേധിക്കുന്നു. കാരണം യേശു ദൈവമല്ല, മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു മനുഷ്യനായിരുന്നു, പിതാവിന് തുല്യനല്ലായിരുന്നു യേശു ക്രിസ്തു. ഇതാണ് ആര്യന്റെ മറ്റൊരു ശക്തമായ വാദം. പിതാവിനേക്കാൾ താണവനാണ് പുത്രൻ, പുത്രനേക്കാൾ താണവനാണ് പരിശുദ്ധാത്മാവ്. ഇതായിരുന്നു ആര്യനിസം എന്ന് പറയുന്നത്. ഓക്കെ, 4th സെഞ്ചുറിയിൽ വന്ന ഒരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് വൺ അപ്പോളിനിയാനിസം എന്ന് പറയും. അതിനകത്ത് എന്താന്ന് ചോദിച്ചാൽ, ജീസസ് ക്രൈസ്റ്റ് ഹാസ് 2 പേഴ്സണാലിറ്റി. യേശുക്രിസ്തുവിന് 2 ആളത്വങ്ങളുണ്ടെന്ന് സ്ഥാപിച്ചു. ആൻഡ് ഡിനൈഡ് ഹ്യൂമാനിറ്റി. ശ്രദ്ധിക്കൂ. അപ്പോൾ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ലോഗോസ് കെയിം. യേശുക്രിസ്തുവിന് ആത്മാവിന് പകരം ലോഗോസ് ആയിരുന്നു തൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത്, ലോഗോസ്. ഇതായിരുന്നു അപ്പോളിനിയാനിസം എന്ന് പറയുന്ന ഈ വാദത്തിന്റെ ഒരു പ്രത്യേകത. ഇനി ശ്രദ്ധിക്കൂ, നെസ്റ്റോറിയനിസം. ക്രൈസ്റ്റ് ഹാസ് 1 പേഴ്സണാലിറ്റി, ഡിനൈഡ് ഡിവിനിറ്റി. ദൈവത്വത്തെ നിഷേധിച്ചു. ക്രിസ്തുവിന് 1 പേഴ്സണാലിറ്റി ഉള്ളായിരുന്നു. താൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ദൈവത്വം ഇല്ലാതായിപ്പോയി. താൻ കേവലം മനുഷ്യനായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നപ്പോൾ മനുഷ്യനായി. ആ സമയത്ത് തനിക്ക് ദൈവത്വം ഇല്ല, താൻ കേവലം മനുഷ്യൻ മാത്രം. ക്രൈസ്റ്റ് ഹാസ് 1 പേഴ്സണാലിറ്റി. ഇത് 5-ാമത്തെ നൂറ്റാണ്ടിൽ വന്ന ഒരു ദുരുപദേശമായിരുന്നു. യൂത്തിക്കാനിസം. Divine and human are merged and became one nature. അതായത് ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്ന് അത് മാർജ് ചെയ്തിട്ട് ഒരു നേച്ചറായിട്ട് വന്നു, ഒരു പ്രകൃതി ആയിട്ട് വന്നു എന്നുള്ളതാണ്. മലയാളത്തിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് മലയാളത്തിൽ
എല്ലാം കൂടെ ഒരു ഷെയ്ഡ് ഒരു സ്ലൈഡിൽ ഞാനിപ്പോൾ കാണിച്ചു തരിക. പക്ഷെ പെട്ടെന്ന് എല്ലാം കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓരോ നോക്കിക്കോളൂ. നമ്പർ 1, ഡോസറ്റിസം. ഉണ്ടോ? യേശു മനുഷ്യ ശരീരത്തിൽ കാണപ്പെട്ടതുപോലെ മാത്രമാണ്. യഥാർത്ഥത്തിൽ താൻ മനുഷ്യനായിരുന്നില്ല. ഉണ്ടോ? മായയായിരുന്നു. അതാണ് പറഞ്ഞത്. യേശുവിന്റെ യഥാർത്ഥ മനുഷ്യത്വം നിഷേധിക്കുന്നു. എന്നാൽ പ്രാഥമിക സഭാപിതാക്കന്മാരായ ഇഗ്നേഷ്യസ്, ഐറാനിയസ് എന്നിവർ അതിനെ എതിർത്തിരുന്നു. നോസിസിസം. നോസിസത്തെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കൂ. രക്ഷ ഗൂഢജ്ഞാനം കൊണ്ടാണ്. ദ്രവ്യം ദോഷം, ആത്മാവ് നല്ലത്. ആത്മാവാണ് നല്ലത്, ശരീരം ദോഷമാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ നന്മയും ശരീരധാരണം എന്ന് പറഞ്ഞ ഇൻകാർണേഷൻ നിഷേധിക്കുന്നു. ഒരു കാരണവശാലും യേശുക്രിസ്തുവിന്റെ ശരീരധാരണം, ഇൻകാർണേഷനെ നോസിസിസം അംഗീകരിക്കുന്നില്ല. ഇവിടെ മനുഷ്യനായി പിറന്നു എന്നുള്ളത് പറ്റില്ല. കാരണം ദൈവത്തിന് മനുഷ്യനാകാൻ സാധ്യമല്ല. ഐറാനിയസ് തന്റെ ഒരു ഗ്രന്ഥത്തിൽ ശക്തമായി ഇതിനെ എതിർത്തിരിക്കുന്നു. എബ്യോണിസം. എന്താണ് എബ്യോണിസം? യേശു ഒരു മാനവ പ്രവാചകൻ മാത്രം. യഹൂദ നിയമം പാലിച്ചു, പൗലൂസിനെ നിരസിച്ചു. ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ നിഷേധിക്കുന്നു. 2-ാം നൂറ്റാണ്ടിൽ സഭ അത് നിഷേധിച്ചു. എബ്യോണിസം. കംസ് ടു ദി 4th one, ആര്യനിസം. എന്താണ് ആര്യനിസം? യേശു സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ യേശു കേവല സൃഷ്ടിയാണ്. യേശു ഒരിക്കലും ദൈവമല്ല, നിത്യനായവനല്ല, പിതാവിനോട് തുല്യനുമല്ല. ശ്രദ്ധിക്കൂ, ക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവികത്വം നിഷേധിക്കുന്നു. ഇവിടെ നൈസിയൻ കൗൺസിൽ, നൈസിയ സഭ എന്ന മലയാളത്തിൽ അടിച്ചപ്പോഴാ കിട്ടിയത്, പക്ഷേ ആക്ച്വലി നൈസിയൻ കൗൺസിൽ എന്നാണ്. നൈസിയൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിഖ്യാ സുന്നഹദോസ് എന്നാ പറയുന്നത്. നിഖ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നിഖ്യാ സുന്നഹദോസ് AD 325. നിങ്ങൾ ശ്രദ്ധിക്കൂ, 318 ബിഷപ്പുമാര് ഒരുമിച്ച് ചേർന്നു ഒരു വലിയ മീറ്റിംഗ് കൂടി, കൗൺസിൽ കൂടി. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കുസ്തന്തീനോസ് ചക്രവർത്തിയായിരുന്നു. കുസ്തന്തീനോസ് ചക്രവർത്തി AD 325 വിളിച്ചുകൂട്ടിയ നിഖ്യാ സുന്നഹദോസിനെയാണ് നൈഷ്യൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഈ നൈഷ്യൻ കൗൺസിൽ വെച്ച് ആര്യനിസം താൻ പറഞ്ഞു. അതിനെ നൈഷ്യൻ കൗൺസിൽ ഖണ്ഡിച്ചു. ഇത് സഭ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതെ നൈഷ്യൻ കൗൺസിൽ വിശ്വാസത്തിന് സംഹിത അവിടെ രൂപപ്പെടുത്തി. നമ്പർ 5 അപ്പോളിനാരിസം. അപ്പോളിനാരിസം. യേശുവിന് ശരീരവും ആത്മാവും ഉണ്ടായിരുന്നു, പക്ഷെ മനുഷ്യ ബുദ്ധി ഉണ്ടായിരുന്നില്ല. പകരം ലോഗോസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാനുഷിക ബുദ്ധിയല്ല, ലോഗോസ് ആയിരുന്നു. ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു. ഇതിനെതിരായി AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നഹദോസ് ഉണ്ടായി. കുസ്തന്തീനോസ് സുന്നഹദോസ് എന്ന് മലയാളത്തിൽ പറയും. കുസ്തന്തീനോസ് സുന്നഹദോസ് കൂടി കുസ്തന്തീനോസ് പോലീസിൽ കൂടിയ സുന്നഹദോസാണ്, ചർച്ച് കൗൺസിലാണ്. അത് AD 381 കൂടിയിട്ട് അപ്പോളിനാരിസത്തെ അവർ ഖണ്ഡിച്ചു, തെറ്റാണെന്ന് സ്ഥാപിച്ചു. നെക്സ്റ്റ് ആണ് നെസ്റ്റോറിയനിസം എന്ന് പറയുന്നത്. നെസ്റ്റോറിയൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് അതേ പറഞ്ഞു ക്രിസ്തുവിൽ 2 വ്യക്തിത്വം ഉണ്ട്, ദൈവികവും മാനുഷ്യവും വേർതിരിച്ച് നിലകൊള്ളുന്നു. ഒരേ സമയം തന്നെ ക്രിസ്തുവിൽ 2 വ്യക്തിത്വങ്ങൾ, 2 വ്യക്തികൾ വേർതിരിച്ച് വാസം ചെയ്യുന്നു, ക്രിസ്തുവിനെ ഭിന്നിപ്പിക്കുന്നു, രക്ഷയെ ബാധിക്കുന്നു. AD 431 എഫെസോസിൽ കൂടിയ സുന്നഹദോസ് അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീട് വന്നാണ് യൂത്തിക്കാനിസം. ഈ യൂത്തിക്കാനിസം എന്ന് പറയുന്നത് ഇൻകാർണേഷന് ശേഷം, ശരീരധാരണത്തിന് ശേഷം ക്രിസ്തുവിന് ഒരു സ്വഭാവം മാത്രം, യേശുവിന്റെ യഥാർത്ഥ മനുഷ്യത്വത്തെ നിഷേധിച്ചു. നിങ്ങൾ നോക്കൂ, ചാൾസിഡൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, മലയാളത്തിൽ കൽക്കദോനിയ സുന്നഹദോസ് എന്ന് പറയും. AD 451 AD 451 AD 451 കൂടിയ ചാൾസിഡൻ കൗൺസിൽ അല്ലെങ്കിൽ കൽക്കദോനിയ സുന്നഹദോസ് ഈ യൂത്തിക്കാനിസത്തെയും തള്ളി
മാത്രമല്ല യഥാർത്ഥമായ ഒരു ദൈവവിശ്വാസം ഈ കൽക്കദോന്യ സുന്നഹദോസ് പ്രഖ്യാപിച്ചു. എ ഡിക്ലെയർഡ് ട്രൂത്ത് എന്ന് പറയും. എന്താണ് ഡിക്ലെയർഡ് ട്രൂത്ത്? നിങ്ങൾ ശ്രദ്ധിക്കൂ, അത് തന്നെ ഇംഗ്ലീഷിലാണ്. നെക്സ്റ്റ് വൺ, മലയാളം മാത്രം ഞാൻ എടുക്കാം. ഓക്കെ, എന്താണ് അതിനെക്കുറിച്ചുള്ള വിശ്വാസം? ശ്രദ്ധിക്കൂ, ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തു ഒരേ ഒരു വ്യക്തിയാണ്. ഇത് ചാൾസിഡൻ കൗൺസിലിൽ, അതായത് കൽക്കദോനിയ സുന്നഹദോസിൽ വെച്ച് അവർ ശക്തമായി തീരുമാനമെടുത്തു, ഇനി ആർക്കും ഞങ്ങളെ മാറ്റാൻ സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു ഒരേ ഒരു വ്യക്തിയാണ്. 2 സ്വഭാവങ്ങളുണ്ട്. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. No, he is fully human and fully divine. പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ദൈവികതയും മനുഷ്യത്വവും അത് കുഴഞ്ഞു പോകാതെ, മാറ്റമില്ലാതെ, വിഭജിക്കാതെ, വേർതിരിക്കാതെ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്ന് ഈ കൗൺസിൽ പ്രഖ്യാപിച്ചു. അതിന്റെ മേൽ ഞാൻ ഓർത്തഡോക്സ് വിശ്വാസം എഴുതിയത് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്നല്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഓർത്തഡോക്സ് എന്നുള്ള വാക്ക് സത്യത്തിൽ ഓർത്തോ പ്ലസ് ഡോക്സോ എന്നാണ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ പ്യുവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു ഗ്രീക്ക് വേർഡാണ് ഓർത്തോ എന്ന് പറയുന്നത്. ഓർത്തോ, THO, ഓർത്തോ എന്ന് പറഞ്ഞാൽ PURE, പ്യുവർ എന്നാണ് ഇംഗ്ലീഷിൽ. ഡോക്സോ എന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻ എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പൊ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഡോക്ട്രിൻ എന്നാണ് ഇതിന്റെ അർത്ഥം, പ്യുവർ ഡോക്ട്രിൻ. അപ്പൊ നമുക്ക് വേണേൽ പറയാം, ഐ ആം ആൻ ഓർത്തഡോക്സ് പെന്തക്കോസ്റ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഒരു പ്യുവർ ഡോക്ട്രിൻ വിശ്വസിക്കുന്നവനാണ്. എന്നാൽ ഇത് പെട്ടെന്ന് ഇതോടെ പറഞ്ഞ് തീർക്കണം എന്നുള്ള 2 മിനിറ്റൂടെ പറഞ്ഞോളാം. അപ്പൊ ഇവിടെ കൽക്കദോനിയ സുന്നഹദോസ് സ്ഥാപിച്ചു. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫുള്ളി ഹ്യൂമൻ ആൻഡ് ഫുള്ളി ഡിവൈൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ഓക്കെ, ക്രിസ്തുവിന്റെ മനുഷ്യത്വം, ക്രിസ്തു പൂർണ്ണമായ മനുഷ്യനാണ്. ശരീരം, ആത്മാ, ബുദ്ധി എന്നിവയോടുകൂടെ വിശപ്പും വേദനയും എല്ലാം അനുഭവിച്ചു. ക്രിസ്തുവിന്റെ ദൈവീയത്വം, ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. അത് ഞാൻ സ്പിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തേതാണ് എന്റെ കാര്യം. നിത്യൻ, പിതാവിനോട് തുല്യൻ, ഒരാത്മാവുള്ളവൻ. ഇനി തൃത്വം, 3 വ്യക്തികൾ, 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഉള്ളവൻ, അഥവാ ഒരേ ആത്മാവിൽ തന്നെ ഒന്ന് തന്നെയാണ്. രക്ഷയും ഇൻകാർണേഷനെ കുറിച്ച് ഓരോ വാക്ക് താരെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ പൂർണ്ണ മനുഷ്യത്വം, പൂർണ്ണ ദൈവീയത്വവും രക്ഷയ്ക്ക് അനിവാര്യമാണ്. ദൈവധാരണയുള്ള മനുഷ്യന് മാത്രം മനുഷ്യനെ രക്ഷിക്കാനാവും. ഇനി ലാസ്റ്റ് വൺ, ഇൻകാർണേഷൻ. ദൈവപുത്രൻ മനുഷ്യനായി ജനിച്ചു, ദൈവികത്വം നഷ്ടപ്പെടാതെ മനുഷ്യരക്ഷയ്ക്കായിട്ട് ജനിച്ചു. എന്തോ നമുക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് പൂർണ്ണ ഡോക്ട്രിൻ, പ്യുവർ ഡോക്ട്രിൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. ഇത് രണ്ടും ചേർന്നുള്ള ഒരേ ഒരാളായി ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു. പിതാവിനോട് സമനാണ് പുത്രൻ, പിതാവിനേക്കാൾ താണവനല്ല. ഇപ്പോൾ സമയം തീർന്നുകൊണ്ട് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോണം. ഫിലിപ്പിലെ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിച്ചു തുടങ്ങാം. ഇന്നിനും വായിക്കേണ്ട, സമയം 10 മണി ആയതുകൊണ്ട് അതിന്റെ കണ്ടന്റ് ഞാൻ പറയാം. അതിങ്ങനെയാണ്. അതെ, തീർച്ചയായും ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അതെ, ദൈവത്തിന് സമനായ പുത്രൻ. ഉണ്ടോ? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. പിതാവിന്റെ സമനാണ് പുത്രൻ, പിതാവ് പുത്രനും ഈക്വലാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഫുള്ളി ഹ്യൂമൻ ആണ്, ഫുള്ളി ഗോഡാണ്, അല്ലെ ഡിവൈൻ ആണ്. അത് നമ്മുടെ ഹൃദയത്തെ ഉറക്കിയ എന്തെല്ലാം ദുരുപദേശങ്ങൾ ഏത് കാലഘട്ടങ്ങൾ ഉണ്ടായാലും അത് മുഴുവൻ ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട്, അത് മുഴുവൻ എതിർക്കപ്പെട്ടിട്ടുണ്ട്.
യേശു ക്രിസ്തുവിന്റെ അപ്രമാദിത്വത്തെ ആർക്കും ഇന്ന് വരെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മളും വിശ്വസിക്കുന്നത്. താങ്ക് യു. ഓവർ ടു പാസ്റ്റർ ലാലു ജിക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇന്ന് പഠിപ്പിച്ചത് സംബന്ധിച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം വളരെ അനുഗ്രഹത്തോടെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തീകരിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ ബ്രദർ ശശി കുമാർ അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. ശശികുമാർ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യയിൽ കർത്താവെ തിരുവചനം ഒരിക്കൽ കൂടെ കേൾക്കുവാൻ കർത്താവെ അങ്ങ് ആരാണെന്നുള്ളത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം കേട്ട എല്ലാവർക്കും അത് അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സാറിനായി സ്തോത്രം. ഈ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എല്ലാവരെയും സൂക്ഷിച്ചാട്ടെ. പ്രാർത്ഥനയോജന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നിട്ട് ഞങ്ങളെ രക്ഷിച്ച യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ ശശി. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും നാം പ്രാർത്ഥിച്ച നാം ഇന്ന് ക്ലാസ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകാലം ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.